ജീവിതവും ഉണ്ട്. കാർത്തികയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നൊരു ദിവസം വരും. അതിനെക്കുറിച്ച് നീ ആലോചിക്കേണ്ടത് അഖിൽ. കാർത്തികയുടെ കൂടെ ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ എടുത്തേ. അതിനേക്കാളും മരിക്കുന്നതാ ബെറ്റർ. അഖിൽ, നീ വീണ്ടും വീണ്ടും അങ്ങനെ പറയരുത്. ഞങ്ങളിങ്ങനെ ക്ഷമയോടെ ഇരിക്കുന്നത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ. അത് നടക്കാത്ത കാര്യമായിട്ടാ. അബിയും വസവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടോ അത് നടക്കുമെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ആരും പിരിയാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് ഇരിക്കുക അഖിൽ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാവും. നിന്റെ ധൈര്യമാണ് ഞങ്ങളുടെയൊക്കെ ബലം. എത്രക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഞങ്ങൾ പോരാടും. നിന്നെയും കാർത്തികയും ഞങ്ങൾ ഒരുമിപ്പിക്കും. ഈ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ചേർന്ന് തന്നെ ജീവിക്കും. നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് തരാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല മിസ്റ്റർ ആദിത്യ. വേറൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാം. നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്തോ. ഐ ഡോണ്ട് കെയർ. എന്താന്ന് ഞങ്ങളും കാണിച്ചു തരാം. വോയിസ് ഗെറ്റ് ഔട്ട്. വെൽക്കം മിസ്സിസ് കാർത്തിക. ഇരിക്കൂ. സാരമില്ല. ആരാ നിങ്ങള്? എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ പേര് ആദിത്യ. നൈസ് ടു മീറ്റ് യു. എന്താ കാര്യമെന്ന് പറയൂ. നിങ്ങളുടെ സംസ്കൃതി ഈവൻറ്റ്സ് പോലെ എനിക്ക് ഒരു ഈവൻറ്റ്സ് കമ്പനിയുണ്ട്, ആദിത്യ ഈവൻറ്റ്സ്. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതാ എൻ്റെ കമ്പനിയുടെ ബാഡ് ലക്ക്. ഈവൻറ്റ്സ് കമ്പനി ഉണ്ടെന്ന് കരുതി വലിയ വലിയ ഈവൻറ്റ്സ് ഒക്കെ ചെയ്ത് വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. സോ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ കമ്പനിയിൽ നിങ്ങൾ മാനേജറായിട്ട് ജോയിൻ ചെയ്യണം. കമ്പനിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. സത്യമാണോ ഈ പറയുന്നേ? കള്ളമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിച്ച്? എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തിനാണ് ഈ ജോബ് ഓഫർ ചെയ്യുന്നത്? നിങ്ങളുടെ പേര് കാർത്തിക. ഫാഷൻ ഡിസൈനിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നു. അഖിലിനെ പ്രണയിച്ച് നിങ്ങൾ കല്യാണവും കഴിച്ചു. സ്വന്തമായിട്ടൊരു ഫാക്ടറിയും നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിന് നഷ്ടം സംഭവിച്ച് സുമിത്ര ദേവിയുടെ ഓഫീസിൽ മാനേജറായിട്ടും ജോലി ചെയ്തിരുന്നു. വലിയ ഈവൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ആ ഈവൻറ്റ്സ് എല്ലാം ചെയ്തത് വസുവെടുത്തിയല്ലേ? ഞാനാണെന്ന് ഇയാൾ എന്തിനാ പറയുന്നേ? നിങ്ങളെപ്പറ്റി വേറൊരു കാര്യം അറിയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ വിലയും മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ടാലൻറ്റ് ആരും തിരിച്ചറിയുന്ന പോലുമില്ല. എല്ലാവരും നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു.
നിങ്ങൾ സ്വയം മുന്നേറണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ എല്ലാവരും ചവിട്ടി താഴ്ത്തുകയാണ്. ഇതെല്ലാം നിങ്ങൾക്കെങ്ങനെ അറിയാം? അതറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ജോബ് ഓഫർ ചെയ്യുന്നത്. വലിയ പോസ്റ്റ്, നല്ല സാലറി. നിങ്ങളത് നിരസിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ജോബ് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? 2 ലാഭം എനിക്കുണ്ട്. ഒന്ന്, നിങ്ങൾ കാരണം എൻ്റെ കമ്പനിക്ക് പേര് കിട്ടും, പ്രോഫിറ്റും കൂടും. 2, എൻ്റെ കമ്പനി മൂലം നിങ്ങൾക്കും പേര് കിട്ടും, ഒരു അഡ്രസ്സും ഉണ്ടാവും, നല്ല ഇൻകവും കിട്ടും. പക്ഷെ എന്താ, എന്താ പക്ഷേ? നിങ്ങളുടെ ഫാമിലിക്ക് സംസ്കൃതി ഈവൻസ് ഉണ്ട്. അതെൻ്റെ കമ്പനിക്ക് റൈവൽ കമ്പനിയുമാണ്. നിങ്ങളുടെ കമ്പനി വിട്ടിട്ട് എൻ്റെ കമ്പനിയിൽ ചേരുകയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ശത്രുവിന് കൈ കൊടുക്കുന്ന പോലെയല്ലേ? സംസ്കൃതി ഇവന്റ്സ് എന്റെ കമ്പനി അല്ല. അതിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. ആർ യു ഷുവർ? എന്തുകൊണ്ടെന്നാൽ മുന്നോട്ട് പോകുന്തോറും സംസ്കൃതി ഈവൻസുമായിട്ട് നമുക്ക് മത്സരിക്കേണ്ടി വരും. അതിനെയും മറികടന്ന് നമുക്ക് ഉയർച്ചയിലേക്ക് പോകേണ്ടി വരും. എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഓ, അപ്പോൾ എനിക്കൊരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ നാളെ തന്നെ നമ്മുടെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാം. ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവരുടെ കമ്പനിയെ മുഴുവനായി നശിപ്പിക്കും. ഞാൻ ആരാണെന്ന് അവരെ പ്രൂവ് ചെയ്ത് കാണിക്കും. വസുവേട്ടത്തിക്ക് എന്റെ വില കാണിച്ചു കൊടുക്കും. അവരെ ഞാൻ എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിർത്തും. നിങ്ങൾ ഇത്രയും ചിന്തിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നല്ലേ? നിങ്ങളെപ്പോലെ ടാലന്റ് ഉള്ളവർ ഈ ഓഫർ വേണ്ടാന്ന് പറയുന്നത് ഞങ്ങളുടെ ബാഡ് ലക്ക്. ഞാൻ നിങ്ങളുടെ ഓഫർ വേണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. നാളെ നിങ്ങളുടെ കമ്പനിയിൽ സോറി നമ്മുടെ കമ്പനിയിൽ വന്ന് ജോയിൻ ചെയ്യാം. താങ്ക് യു കാർത്തിക. നിങ്ങൾക്കും താങ്ക്സ്. നാളെ നമുക്ക് ഓഫീസിൽ മീറ്റ് ചെയ്യാം. ബൈ. ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, നിന്റെ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടിയാ. സംസ്കൃതി ഈവൻസിനെ വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടി. ആ ജോലി നാളെ മുതൽ ആരംഭിക്കുന്നു. എന്താ സിസ്റ്റർ ടെൻഷനായിട്ട് നിൽക്കുന്നേ? പുറത്തു പോയ ബേബി ഇനിയും തിരിച്ചു വന്നിട്ടില്ല സിസ്റ്റർ. വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കിയതാ, പക്ഷെ എടുക്കുന്നില്ല. എന്ത് കാര്യമായിട്ടാ പുറത്തു പോയത്? പോകുമ്പോൾ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്തോ ഫോൺ വന്നെന്നും പറഞ്ഞ് ധൃതിയിൽ ഇറങ്ങി പോയതാ അവള്.
ചെറിയമ്മേ, കാർത്തിക എവിടെ പോയി? അവള് വൈകിട്ട് എന്തോ അത്യാവശ്യമായിട്ട് പോയതാ. ഇത്രയും നേരമായിട്ട് കാണാനില്ല. സമയം ഇത്ര ആയല്ലോ, ഇനി എന്താ അവള് വീട്ടിലേക്ക് വരാത്തെ? എല്ലാം നിങ്ങൾ കാരണമാ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്റെ ബേബിയെ ഭീഷണിപ്പെടുത്തിയില്ലേ? പാവം എന്റെ മോള് പേടിച്ച് എവിടെ ഓടിപ്പോയി. പുറത്തു പോയ കാർത്തിക എന്തേലും തെറ്റായ തീരുമാനം എടുത്തിട്ടുണ്ടാവോ? അവള് കൂടെ നിൽക്കുന്നവരെ തിന്നുന്ന ടൈപ്പാ. അവൾ ഒരു കടുങ്കയും ചെയ്യില്ല. എന്റെ ബേബിയുടെ കാര്യം പറയുമ്പോ നിനക്കെന്താടാ ഇത്ര പുച്ഛം? ഇത്രയും നാൾ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, എനിക്കെന്താ അവളെ പറ്റി അറിയില്ലേ? അഖിൽ, നീ ഒന്നും മിണ്ടാതിരിക്കും. കാർത്തികയെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇളമേ. വിളിച്ചു നോക്കി, പക്ഷെ അവള് ഫോൺ എടുക്കുന്നില്ല. കാർത്തിക ഇതുവരെ വീട്ടിലും എത്തിയില്ല, ഫോണും എടുക്കുന്നില്ല. എന്ത് സംഭവിച്ചു എന്തോ? ഒന്നും സംഭവിക്കല്ലേ എടുത്തി. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവല്ലേ. അവൾ വേണമെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ഇരിക്കുന്നുണ്ടാവും. ഇത്ര നേരം നീ എവിടെയായിരുന്നു ബേബി? ജോലി കാര്യത്തിന് വേണ്ടി പോയതാ. എന്ത് ജോലിക്കാരിയായിട്ട്? എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് വേണോ പോകാൻ? അങ്ങനെയല്ല മോളെ. ഫോൺ ചെയ്താ ഒന്ന് എടുത്ത് സംസാരിക്കാലോ. ബിസി ആയിരുന്നത് കൊണ്ട് ഫോൺ എടുത്തില്ല. ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് നല്ല തലവേദനയുണ്ട്. എനിക്ക് റെസ്റ്റ് എടുക്കണം. ഒരു മിനിറ്റ് കാർത്തിക, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ? എന്താ ഇപ്പൊ നിന്റെ ആവശ്യം? ഹെഡേക്കിന് ടാബ്ലറ്റും കോഫിയും തരുമോ? ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ വീട്ടിൽ നിന്ന് എന്താ വേണ്ടതെന്നാ ഉദ്ദേശിച്ച്? കുറച്ച് മനസ്സമാധാനം തരാൻ പറ്റുമോ? ഞാൻ നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക കാർത്തിക. അന്ന് നീ ഈ വീട്ടിലെ അധികാരവും ഓഫീസിലെ അധികാരവും വേണമെന്ന് നീ ചോദിച്ചിരുന്നില്ലേ? അത് രണ്ടും നിനക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. എടുത്തി എന്തൊക്കെയാ പറയുന്നേ? ധൃതി പിടിക്കാതെ വസു. കുറച്ചു നേരം നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഇന്നു മുതൽ ഈ വീടും ഓഫീസും നിനക്കാ. ഇതാ വീട്ടിലെ താക്കോല് നിന്റെ കയ്യിൽ തരിക. വാങ്ങിച്ചോ. എടുത്തി വാങ്ങിച്ചോ വാങ്ങിച്ചോ. ഇനി മുതൽ നിന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല. ഈ വീട്ടിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഓഫീസിലെ എല്ലാ അധികാരവും നിനക്കുള്ളതാ. നീ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് അവിടെയുള്ള എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. നിന്നോട് ആരും എതിർത്ത് സംസാരിക്കില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഈ വീട്ടിലും ഓഫീസിലും നിന്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ. ഈ താക്കോല് വാങ്ങിച്ചോ. ഇത്രയും നാളും ഭാവനേച്ചിയായിരുന്നു ഈ വീട്ടിലെ മൂത്ത മരുമകള്. ഇനി മുതല് നീയാ ഈ വീട്ടിലെ മുതിർന്ന മരുമകള്. ഞാനും ചേച്ചിയും നീ എന്തു പറയുന്നു അത് തന്നെ കേൾക്കൂ. ഓഫീസിൽ നിന്റെ ഏട്ടന്മാര് നീ പറയുന്നതേ കേൾക്കൂ. അഖിലിന്റെ കാര്യങ്ങള് നീ ഒറ്റയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നോക്കിക്കോളാം. നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോ. കാർത്തികയ്ക്ക് ഇന്ന് ഭാഗ്യം തെളിഞ്ഞ ദിവസമാണല്ലോ സിസ്റ്റർ. ഇതൊക്കെ പോലീസ് കേസിന്റെ എഫക്റ്റ് ആണെന്നാ തോന്നുന്നത്. ഇതല്ലാതെ വേറെ എന്ത് വേണമെന്ന് പറയൂ കാർത്തികേ. നീ എന്ത് ചോദിച്ചാലും ഞാനത് തരാൻ തയ്യാറാണ്.
എന്ത് ചോദിച്ചാലും തരുമോ? നിങ്ങളുടെ ജീവൻ വേണമെന്ന് പറയും. തരാൻ പറ്റുമോ? അങ്ങനെ ഒരു സാഹചര്യം വന്നാ ഉറപ്പായിട്ട് നിനക്ക് ഞാൻ എന്റെ ജീവൻ തന്നെ തരും. സത്യമാണോ ഈ പറയുന്നേ? കള്ളം പറയുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ അധികാരം, ഓഫീസിന്റെ അധികാരം, ഈ അലമാരിയുടെ താക്കോൽ എന്തിനാ എനിക്ക് തന്നതെന്ന് കള്ളം പറയാതെ സത്യം പറഞ്ഞേ. ഇതെല്ലാം നീ ആഗ്രഹിച്ചത് കൊണ്ടാണ് നിനക്ക് തന്നത്. ഇത് ഞാൻ ഒരുപാട് നാളായി ചോദിച്ചു കൊണ്ടിരുന്നതാണല്ലോ. അപ്പൊ എനിക്ക് തന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ തരുന്നേ? ഇപ്പോഴെങ്കിലും അവര് തന്നല്ലോ, വേണ്ടെന്ന് പറയണ്ട ബേബി. ഭാഗ്യം നിന്നെ അന്വേഷിച്ചു വരുമ്പോ നീ എന്തിനങ്ങനെ ചോദ്യം ചെയ്യുന്നേ? എനിക്ക് ശരിയായ ഒരു ഉത്തരം വേണം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും നാളും എന്നോട് ഇല്ലാതിരുന്ന സ്നേഹം പെട്ടെന്ന് എവിടുന്നാ പൊട്ടിമുളച്ചത്? ഈ വീട്ടിൽ എനിക്ക് അധികാരം വേണോന്ന് ഞാൻ എന്നു മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടില്ല. ഓഫീസിൽ എന്നെ ചെയർമാൻ സ്ഥാനത്തിരുത്താൻ പറഞ്ഞു. എല്ലാവരും എതിർത്തു. അലമാരയുടെ താക്കോൽ എനിക്ക് തരാൻ പറഞ്ഞു. എന്നെ അപമാനിച്ചു. ഇപ്പൊ എന്തിനാണ് ഞാൻ ചോദിക്കാതെ തന്നെ എല്ലാം തരുന്നത്? നിന്റെ അഭിയേട്ടനും ഞാനും എല്ലാവരും ഒന്നിച്ച് സംസാരിച്ച് അന്നേ നിനക്ക് തരണമെന്ന് വിചാരിച്ചതാ. പക്ഷെ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ കോടതിയിലേക്ക് പോയി. കേസ് ഇനിയും കോടതിയിലാണല്ലോ. കോർട്ട് തന്ന കാലാവധി ഇനിയും തീർന്നിട്ടില്ല. അതിനുള്ളിലെല്ലാം എനിക്കെന്തിനാ തരുന്നേ? ഓഹോ, ഞാൻ വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലേ? അതോ വിവാഹമോചനം വാങ്ങാതിരിക്കാൻ വേണ്ടിയോ? ജീവനാംശം തരാതിരിക്കാൻ വേണ്ടിയല്ലേ? നിങ്ങളുടെ ഐഡിയ എന്താ ഏട്ടത്തി? ഞാൻ പറയട്ടെ. ഇത്രയും നാൾ എന്നെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു. എന്നെ വഴക്കും പറഞ്ഞ് തല്ലി. ആ തല്ലെല്ലാം വാങ്ങി ഞാൻ കോടതിയിൽ പോയപ്പോ നിങ്ങൾ കുറച്ച് താന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കെതിരെ പോലീസ് കേസ് കൊടുത്തുടനെ ഇനിയും കുറച്ച് താഴോട്ട് ഇറങ്ങി. ഞാൻ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പേടിച്ചിട്ടല്ലേ എന്റെ മുമ്പിൽ ഇങ്ങനെ സറണ്ടർ ആകുന്നേ? പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന വിജയം ഇതല്ല. എനിക്ക് നിങ്ങളുടെ ഭിക്ഷയുടെ ആവശ്യമില്ല. നിങ്ങളുടെ അധികാരം, അഹങ്കാരം, ഈ താക്കോല് എല്ലാം നിങ്ങൾ തന്നെ വച്ചോ. എനിക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഞാൻ സ്വയം സമ്പാദിച്ച് ജീവിച്ചോളാം. ഒരു വലിയ ഈവന്റ് കമ്പനിയില് മാനേജറായി ജോബ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ ആരുടെ സഹായം എനിക്കിനി വേണ്ട. ഞാൻ ആരാണെന്ന് തെളിയിച്ച് കാണിച്ചു തരാം. എന്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കി തരാം. നീ എന്തിനാ കാർത്തിക ജോലിക്ക് പോകുന്നത്? അതിന്റെ ആവശ്യം എന്താ? ആവശ്യമുണ്ട്. എനിക്ക് നിങ്ങൾ വില തരുന്നില്ല, ഇമ്പോർട്ടൻസ് തരുന്നില്ല, റെക്കഗ്നീഷൻ തരുന്നില്ല, ബഹുമാനം പോലും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇനി മുതൽ അതെല്ലാം നിനക്ക് ഇവിടെ തന്നെ കിട്ടുമല്ലോ. അതെനിക്ക് നിങ്ങൾ എന്തുകൊണ്ടാ തരുന്നതെന്ന് എനിക്കറിയാം. തരുന്നത് പോലെ കാണിച്ചിട്ട് എന്റെ വീക്ക്നെസ് നിങ്ങൾ കണ്ടുപിടിക്കും. എന്റെ പുറകെ നിങ്ങൾ കുഴിയും കുഴിക്കും. എന്നെ ഒരു കുറ്റവാളിയാക്കി ഓരോരുത്തരും ചോദ്യം ചോദിക്കും. ഏതെങ്കിലും ഒരു കേസിൽ കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലേക്ക് അയച്ച് എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളുടെ ചതി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അത്രയ്ക്ക് മണ്ടിയല്ല. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ല. ആരെ പറ്റിക്കുന്നു എന്നാ നീ പറയുന്നേ?
ആർക്ക് വേണ്ടി ചതി ചെയ്തു വന്നാ? തുടക്കം മുതലേ നീ വസുന്ധരയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കാർത്തിക. അവള് മുമ്പ് ചെയ്തതും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ കാർത്തിക? നീ തന്നെ നിന്റെ മനസ്സിൽ ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണാൻ ശ്രമിക്കുക. തെറ്റ് നീ ചെയ്തിട്ട് വെറുതെ വസുന്ധരയെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ ഇവിടെ ആരെയും ബ്ലെയിം ഒന്നും ചെയ്യുന്നില്ല അഭിയേട്ടാ. എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തോളാം. എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതീന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. നീ എന്തിനാ മോളെ ജോലിക്ക് പോകുന്നത്? ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ സ്വത്തും അധികാരവും എല്ലാം നിങ്ങളുടെ അടുത്താ ഉള്ളത്. എനിക്കെന്ത് പ്രയോജനം? നീ ചോദിക്കുന്നെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ കാർത്തിക? ഞാൻ ചോദിക്കുമ്പോ തന്നിരുന്നെങ്കിൽ ഞാൻ അത് സന്തോഷത്തോടെ വാങ്ങിയേനെ. ഇപ്പൊ എനിക്കതിന്റെ ആവശ്യമില്ല. ഈ വീട്ടിലൊരു മരുമകള് ജോലിക്ക് പോകുന്നത് നല്ലതാണോ? ഈ വീടിന്റെ മരുമകളായിട്ടല്ല, കാർത്തികയായിട്ടാ ഞാൻ ജോലിക്ക് പോകുന്നത്. ദയവേത് നിന്റെ തീരുമാനം മാറ്റുമോളെ. ഞാൻ എന്റെ തലയിൽ എടുത്ത് മാറ്റണമെന്ന് വിചാരിക്കുന്നു. നീയെങ്കിലും ഒന്ന് പറയബി. ആ ദൈവം വന്ന് പറഞ്ഞാലും ഞാൻ കേക്കില്ല. ഒരു മിനിറ്റ് കാർത്തിക. നീ ജോലിക്ക് പോവുക, എന്ത് വേണോ ചെയ്തോ. പക്ഷേ ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും കളയാതെ നോക്കണം. നീ കാരണം ഈ കുടുംബത്തിന് എന്തെങ്കിലും മാനക്കേട് സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ആ പേടിയൊന്നും ആവശ്യമില്ല അഭിയേട്ടാ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കും ഈ വീട്ടുകാർക്കും യാതൊരു ബന്ധമില്ലെന്ന് പറയുക. നിനക്ക് എവിടെയാ ജോലി കിട്ടിയിരിക്കുന്നേ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നീ ജോലിക്ക് വേണ്ട ആവശ്യം എന്താ കാർത്തിക? ഇപ്പോഴല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത്, ഇനി പ്രത്യേകിച്ച് നിന്നോട് പറയണോ? എന്താ കാർത്തിക നീ ഇങ്ങനെ മാറിപ്പോയത്? വാക്കുകൾ കൊണ്ട് എന്തിനാ എല്ലാരും വേദനിപ്പിക്കുന്നേ? ഇത്രയും കാലവും എന്റെ കാര്യത്തിൽ നിങ്ങളും ഇത് തന്നെയല്ലേ പറഞ്ഞേ? വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചു, വഴക്ക് പറഞ്ഞു, എന്നെ തല്ലി. ഇപ്പോ എന്റെ ഊഴം വന്നിരിക്കുക. ഇനി പച്ചയായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ പ്രതികാരം ചെയ്യാൻ പോവുകയാണ്. എല്ലാരും എന്തിനാ? നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് ഞാനാ. പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നോട് ചെയ്തോ. നീ എന്ത് ചെയ്താലും എന്ത് സംസാരിച്ചാലും ഞാൻ തടസ്സം നിൽക്കില്ല. നീ എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ തല കുനിഞ്ഞ് സ്വീകരിച്ചോളാം. നിന്നോട് മാത്രം പ്രതികാരം ചെയ്ത എന്റെ പക തീരില്ല. നിന്റെ കുടുംബത്തിലെ എല്ലാവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം. എല്ലാവരും ചേർന്ന് എന്നെ ചീറ്റ് ചെയ്തിരിക്കുക. എന്നെ ഒരു വിട്ടിയാക്കി മാറ്റി. എന്ത് ചെയ്തു കാർത്തിക? നിന്നോടൊരു കള്ളം പറഞ്ഞ് എന്റെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. അത്രയല്ലേ ഉള്ളൂ. നീ എനിക്ക് ആഹാരം വാരി തന്നു, മരുന്ന് എടുത്തു തന്നു, പിന്നെ എന്റെ കാലിന് മസാജ് ചെയ്തു തന്നു. നിനക്കതൊരു കുറ്റമായിട്ടാണ് തോന്നുന്നത്? ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ കുടുംബത്തെ വെറുതെ വിട്ടേക്ക്. നീ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാരണം ഇവരൊരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. നീ കാരണം ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കാർത്തിക. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. നീ എന്റെ കാലിൽ വീണാലും കയ്യിൽ പിടിച്ചാലും ഞാൻ എടുത്ത തീരുമാനം മാറില്ല. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ചെയ്തിരിക്കും. പ്ലീസ് കാർത്തിക, കാർത്തിക, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. ചെറിയച്ഛ, ചെറിയച്ഛ ഇതെന്തായി കാണിക്കുന്നേ? ആരുടെ കാലിലായി വീഴാൻ പോകുന്നേ? ചെറിയച്ഛനോട് ഒരു സ്നേഹവും മര്യാദയും കാണിക്കാത്ത ഈ ചെറിയമ്മയുടെ കാലിലേക്കാണോ വീഴുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചെറിയച്ഛ? ചെറിയച്ഛൻ ആരുടെയും കാലിൽ വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല.
ചെറിയമ്മയ്ക്ക് അതിനുള്ള യോഗ്യതയും ഇല്ല.